അച്ചായൻസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്രിൽഡ് ചിക്കനാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 3-4 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, 5-6 ചുവന്ന ഉള്ളി, ചെറിയ ചുവന്ന ഉള്ളി ഇതൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മുളക് പൊടി, കാശ്മീർ ചില്ലി, പിന്നെ ഗരം മസാല, ഉപ്പ്, തൈര്, മഞ്ഞൾപ്പൊടി, ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. ഇനി നമ്മുടെ 2 ലെഗ് പീസും 2 ചെറിയ പീസ് കൂടിയാണ് ഞാൻ ഗ്രില്ല് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ലെഗ് പീസിനകത്ത് നമ്മൾ കുറച്ച് ഫോർക്ക് ഉപയോഗിച്ച് കുറച്ച് ഇതിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മസാല എല്ലാം അതിനകത്തേക്ക് ശരിക്ക് ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 എണ്ണത്തിലും നമ്മളങ്ങനെ ഫോർക്ക് കൊണ്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല എല്ലാം മിക്സ് ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, അതിനകത്ത് ഞാൻ അരച്ചപ്പോൾ കുറച്ച് ഓയിൽ ചേർത്തിരുന്നു, വെജിറ്റബിൾ ഓയിലും ഒരു നാരങ്ങ മുറിയുടെ നീരും ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോ കാണിക്കാൻ വിട്ടുപോയി. ഇപ്പം നമ്മുടെ മസാലക്കൂട്ട് ഇതാണ്. ഇത് നമ്മൾ ആ ചിക്കനകത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നു. നമ്മൾ ചിക്കൻ്റെ 2 ലെഗ് പീസാട്ടോ. 2 ലെഗ് പീസിൽ നമ്മളിത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ 1 മണിക്കൂർ അത് റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് വയ്ക്കുകയാണ്. രണ്ട് ലെഗ് പീസും മസാല കൂടുതലുള്ള കാരണം ഞാൻ 2 ചെറിയ പീസും കൂടെ അതിൻ്റെ കൂടെ ഗ്രില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പ്രസ്റ്റീജിൻ്റെ OTG ഓവനകത്താണ് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പണിയൊക്കെ തീർന്നു. ഇനി ജസ്റ്റ് ഓവനകത്ത് വെച്ചാൽ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയായി. പിള്ളേർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ട് വരുന്നത്. നമ്മൾ ആ മല്ലിയിലയൊക്കെ ശരിക്കും ചേർത്തിരിക്കുന്ന കാരണം നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇത് ഏകദേശം 1 മണിക്കൂറോളം കുക്ക് ചെയ്തു കേട്ടോ. 1 മണിക്കൂറോളം സമയം എടുത്തു. ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം ചെറുതായിട്ട് തിരിച്ചൊക്കെ വെച്ച് കൊടുത്തിരുന്നു. തിരിച്ച് വെച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി സോസും മയോണൈസും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് അടിപൊളിയായിട്ട് കഴിക്കാം. പിള്ളേർക്കെല്ലാം എന്താണേലും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റിയാണ്. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.